ഹലോ നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ എല്ലാവർക്കും എല്ലാ പ്രാവശ്യം വീഡിയോയും മോട്ടിവേഷനൊക്കെ തരാറ് രാവിലെ നേരത്തെ എണീക്കണം, എപ്പോഴും പണിയെടുക്കണം, ഇതൊക്കെ പറഞ്ഞിട്ടല്ലേ. അപ്പോൾ ഇന്ന് തിരിച്ചുള്ളവർക്കും ഒരു മോട്ടിവേഷനൊക്കെ വേണ്ടേ. അപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ പറ്റാത്തവർക്കുള്ള കുറച്ച് ഐഡിയാസ്, അതായത് ഞാനിപ്പോൾ ചെയ്യുന്നത് അതാണ്. എന്താ വെച്ചാൽ വയ്യാണ്ടായപ്പോൾ എനിക്ക് നേരം വൈകി കിടക്കലും നേരത്തെ എഴുന്നേൽക്കലും രണ്ടും കൂടി സാധിക്കാണ്ടായി കേട്ടോ. ഒന്നില്ലെങ്കിൽ നേരം വൈകി കിടന്നിട്ട് നേരം വൈകി തന്നെ എഴുന്നേൽക്കേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ നേരത്തെ കിടന്നിട്ട് നേരത്തെ എഴുന്നേൽക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ കിടക്കൽ എനിക്ക് തീരെ പറ്റണില്ല എന്ന് വെച്ചാൽ വൈകുന്നേരം എഡിറ്റിങ്, ഇപ്പോൾ ഡെയിലി ഷോർട്ട് വീഡിയോ കൂടി ഇടണം. പിന്നെ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ വീഡിയോയിൽ കാണിക്കണം മാത്രം പണികളല്ലല്ലോ, വേറെ ഇഷ്ടം പോലെ ജോലികളില്ലേ. എല്ലാ ജോലികളും നമുക്ക് വീഡിയോയിൽ കാണിച്ചിട്ട് ചെയ്യുന്നത് അല്ലാണ്ടും നമുക്ക് നമ്മുടെ വീട് മാനേജ് ചെയ്യാനും ഇതിനും എല്ലാത്തിനും സാധിക്കണം. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് വൈകുന്നേരമാണ് കൂടുതൽ ജോലികൾ ചെയ്യാൻ പറ്റുന്നത്. രാവിലെ അധികം ജോലികൾ ചെയ്യാൻ പറ്റണില്ല കേട്ടോ. എന്നുവെച്ചാൽ വൈകുന്നേരം എന്തായാലും നേരം വൈകിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ വൈകുന്നേരം തന്നെ പണികൾ തീർത്ത് വയ്ക്കാം. രാവിലെ ഇത്തിരി നേരം കൂടുതൽ കിടന്നുറങ്ങിയിട്ട് എഴുന്നേൽക്കാം. അപ്പോൾ അങ്ങനെ രാവിലെ ഇന്നത്തെ ഒരു ദിവസത്തെ രാവിലെ എന്ന് പറയുന്നത് എനിക്ക് കാര്യമായിട്ടുള്ള ജോലികളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഗോതമ്പ് പുട്ട് മാത്രം ഞാൻ ഉണ്ടാക്കിയുള്ളൂ. ബാക്കിയൊക്കെ തലേദിവസത്തെ കറികളായിരുന്നു. എടുത്ത് കളയാനായിട്ട് മനസ്സ് തോന്നിയില്ല. അത് കാരണം കൊണ്ടാണ് കേട്ടോ. എല്ലാം അത് ഇഷ്ടം പോലെ ബാക്കിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ കാര്യം രാവിലെ എഴുന്നേറ്റ് അങ്ങനെ എല്ലാം ചൂടാക്കാൻ വെച്ചിട്ട് പിന്നെ ചായ കുടിക്കാനൊക്കെ ഒരു 5 മിനിറ്റ് ഇരുന്നു കേട്ടോ. പക്ഷേ ഇന്നും സമയം വൈകി രാവിലെ. അതിൻ്റെ കാരണം എന്ന് വിചാരിച്ചാൽ നമ്മുടെ കണ്ടപ്പം വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ കാലാകെ അങ്ങോട്ട് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവനെ മരുന്ന് പറ്റാനും ഫുഡ് കൊടുക്കാനൊക്കെ ഞാൻ നിന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നേരം വൈകി. എനിക്കങ്ങനെ ഫുഡ് കഴിക്കാനൊന്നും ഇന്ന് രാവിലെ സമയം കിട്ടിയില്ല. പക്ഷേ അതങ്ങനെ ഒരു എക്സ്ട്രാ പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് സാധാരണ പോലെ പോകാൻ അങ്ങനെ കുഴപ്പമൊന്നും. അപ്പം ഞാൻ തലേദിവസം എല്ലാ പണികളും ചെയ്തു വയ്ക്കും വെച്ചാൽ. അപ്പോൾ പപ്പായ പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പപ്പായ പൊട്ടിച്ച് വയ്ക്കാണ്. നമ്മൾ ഹൈലൈറ്റ് മാളിൽ പോയപ്പോൾ പപ്പായ കൊണ്ടുവന്ന് കണ്ടു. അപ്പം നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള പപ്പായ കഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറേ നാൾ കൂടിയിട്ട് എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഇഷ്ടം പോലെ പപ്പായ കഴിക്കാനായിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മക്കൾക്ക് അങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പം അവർക്ക് പറ്റി കേട്ടോ. ശ്രീകുട്ടിന് പിന്നെ വലിയ ഇഷ്ടമൊന്നുമില്ല. ആദ്യത്തിന് പപ്പായ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും നോക്കി കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ഇപ്പം നമ്മുടെ വാഴക്കൊല വെട്ടുന്നത്. അങ്ങനെ നല്ലൊരു വീഡിയോ ആയിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ പിടിച്ചത്. പക്ഷെ അത് കാണിക്കാനായിട്ട് പറ്റിയില്ല. ഗോതമ്പ് പുട്ട് മാത്രമാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് പുട്ട് ഉണ്ടാക്കുന്നതുള്ളൂ. ചോറ് കുറവായിരുന്നു. അത് കാരണം കൊണ്ട് ചോറ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ബാക്കി കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങോട്ട് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ രണ്ടാമത് ചോറ് ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇനി പോരായി ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത്തിരി ഗോതമ്പ് പുട്ടും കൂടി എടുത്തു. ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കുറേ പ്രാവശ്യമായിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. നമ്മുടെ ഗോതമ്പ് റേഷൻ കടയിൽ നിന്ന് ഇടുന്നതെന്ന് വെച്ചാൽ ഒന്ന് അരിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത് ഇത്തിരി ഉപ്പ്, കുറച്ച് വെള്ളം മിക്സ് ചെയ്യാം. ഒട്ടാൻ പാടില്ല. അങ്ങനെ ഒരു എന്താ പറയുക, നന്നായിട്ട് വേറിട്ട് തന്നെ കിടക്കണ ഇതിൽ. അത് കഴിഞ്ഞിട്ട് മിക്സിയിൽ കുറച്ച് പൊടി എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ടുണ്ടാവും. പിന്നെ നാളികേരമൊക്കെ ഇത്തിരി കൂടുതൽ വെക്കണം ഗോതമ്പ് പുട്ടിന്, എന്നാലാണ് നല്ല രുചി ഉണ്ടാവുക കേട്ടോ. അപ്പം അങ്ങനെ ഗോതമ്പ് പുട്ട് അടുപ്പത്തേക്ക് വെച്ചു. പിന്നെ ഞാൻ രാവിലത്തെ കാര്യമായിട്ടുള്ള ജോലികൾ കാണിച്ചില്ല. ഇന്നലത്തെ ബീഫ് കറി ഉണ്ടായിരുന്നു, മീൻ കറി ഉണ്ടായിരുന്നു, കടലക്കറി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് മീൻ ഫ്രൈ ആക്കി എടുത്തു കേട്ടോ. ആദ്യത്തിന് സ്കൂൾ വിട്ട് വരുമ്പോൾ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മീൻ ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു. ബാക്കിയൊന്നും വേറെ ഒന്നും ചെയ്തില്ല. പിന്നെ നമ്മൾ പാചകത്തിൻ്റെ ഇടയിൽ തന്നെ പാത്രങ്ങൾ ആവണത് കഴുകി വയ്ക്കുക. അതേപോലെ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ കുറേ പാത്രങ്ങൾ നിരത്തി വെക്കാണ്ട് നമ്മൾ എന്താ പറയുക, ഗ്രൈൻഡർ, മിക്സി എന്തായാലും നമുക്ക് വയ്ക്കാണ്ട് പറ്റില്ല. ചിലവരെല്ലതും നിരത്തി വെക്കും, സ്റ്റാൻഡുകളും ഒക്കെ വയ്ക്കും. പക്ഷേ എനിക്ക് പരമാവധി കുറച്ചാണ് വയ്ക്കാൻ ഇഷ്ടമുള്ളത്. ഞാനൊരു കുഞ്ഞ് സ്റ്റാൻഡൊക്കെ വെച്ചിട്ടുണ്ട്. അതും എനിക്ക് വയ്ക്കാൻ ഇഷ്ടമില്ല. പക്ഷേ എനിക്ക് കബോർഡ് പണിതിട്ടില്ലല്ലോ, അത് കാരണം കൊണ്ട് എനിക്കത് വയ്ക്കാണ്ട് നിവൃത്തിയില്ല. കബോർഡൊക്കെ ഉള്ളവർക്ക് എല്ലാതും നമുക്ക് വലിപ്പ് തുറന്ന് അങ്ങനെ എടുക്കാവുന്ന രീതിയിൽ വെച്ചാൽ മതി. കൗണ്ടർ ടോപ്പ് ഒന്നുമില്ലാണ്ട് അങ്ങനെ വയ്ക്കുക. അപ്പം തന്നെ നമുക്ക് അടുക്കള നല്ല വൃത്തിയായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അടുക്കള എപ്പോഴും വൃത്തിയായിട്ടിരിക്കണമെങ്കിൽ ഒന്ന് പാത്രം കഴുകി വയ്ക്കുക. അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിൽ നിരത്തി സാധനങ്ങൾ വയ്ക്കാണ്ടിരിക്കുക. പിന്നെ ഞാൻ ഫുഡ് പാചകം ചെയ്തതൊക്കെ കൂടുതൽ ആ ഗ്യാസിൻ്റെ മുകളിൽ തന്നെ വയ്ക്കും. അത്ര വെയിറ്റ് ഉള്ളതൊന്നുമല്ലല്ലോ. കൂടുതൽ വെയിറ്റ് ഉള്ളതാണെങ്കിൽ ഗ്യാസിൻ്റെ മുകളിൽ വയ്ക്കാൻ പാടില്ല. ഫ്രിഡ്ജിൻ്റെ മുകളിലും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതും പരമാവധി ഒഴിവാക്കാം. നമുക്ക് കബോർഡൊക്കെ പണിതിട്ടുണ്ടെങ്കിൽ, എനിക്ക് കബോർഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ കറികളും സാധനങ്ങളൊക്കെ ഗ്യാസുമ്മയ്ക്ക് തന്നെ ഞാൻ വയ്ക്കും. പിന്നെ പാത്രങ്ങൾ പിന്നെ നമ്മൾ കഴുകി കുളത്തിയിടല്ലേ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് അടുക്കള വൃത്തിയായിട്ടിരിക്കാൻ പറ്റും.
പിന്നെ പിറ്റേ ദിവസം രാവിലെ അധികം ജോലികൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ജോലി കഴിഞ്ഞ് വന്ന അപ്പം തന്നെ വേഗം ചൂടാക്കാനുള്ളത് ചൂടാക്കി എന്തെങ്കിലും ഉണ്ടാക്കാനുണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കി പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസത്തേക്കുള്ള പരിപാടി അപ്പം തന്നെ ചെയ്യും. പിന്നെ വേണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ടൊക്കെ മതി കേട്ടോ. നമുക്ക് കൂടിയത് അരമണിക്കൂർ ഒക്കെ മതി നമുക്ക് പിറ്റേ ദിവസത്തേക്കുള്ള വർക്കുകളൊക്കെ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. എല്ലാ പാത്രങ്ങളും കഴുകി വയ്ക്കുക, കിച്ചൺ അടിച്ച് വൃത്തിയാക്കിയിടുക. അതൊക്കെ ഏറെക്കുറെ എല്ലാവരും ചെയ്യുന്നതായിരിക്കും. പിന്നെ അതേപോലെ പിറ്റേ ദിവസത്തേക്കുള്ള കഷ്ണങ്ങളും അരിഞ്ഞ് റെഡിയാക്കി വയ്ക്കുക. ചോറ് ഇൻഡക്ഷനിലാണ് വെക്കുന്നതെങ്കിൽ അതും ഒന്ന് തിളപ്പിച്ച് ഇറക്കി വയ്ക്കുക കേട്ടോ. പിന്നെ ഞാൻ രാവിലെ അടിച്ചു വരാൻ നേരം കിട്ടിയില്ലെങ്കിൽ വൈകുന്നേരം സമയം ഉണ്ടെങ്കിൽ ഇവിടെ ഈ മേശയ്ക്കൊന്ന് ഒതുക്കി മേശേൻ്റെ മുകളിൽ ആദ്യത്തിൻ്റെ ബാഗും താഴത്തെ ചെരുപ്പ്, ചേട്ടൻ്റെ ഡ്രസ്സുകൾ, ചേട്ടൻ കൊണ്ടുവന്ന സാധനങ്ങൾ ഒക്കെ നിരത്തി വെക്കും. അപ്പോൾ അതൊക്കെ എടുത്ത് ഒതുക്കി വെച്ചു. ആ നേരത്തെ വീഡിയോ എടുക്കാൻ തോന്നിയില്ല കേട്ടോ. അത് കാരണം കൊണ്ടാണ്. അത് കഴിഞ്ഞാൽ മേശക്കും തുടച്ചിട്ട് ഒന്ന് അടിച്ചു വാരിയിട്ടു കേട്ടോ. അപ്പോൾ സന്ധ്യ നേരത്തെ അടിച്ചു വാരാൻ പാടില്ല എന്ന് പറയും. സന്ധ്യ നേരമല്ല, 8:30 ഈ സമയം. വൈകുന്നേരം ബിസി ആയിട്ടുള്ള ലൈഫുള്ളവർക്ക് നമുക്ക് അങ്ങനത്തെ വലിയ നിയമങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. പറ്റണതൊക്കെ ചെയ്യുക, പറ്റാത്തത് നിവൃത്തിയില്ല. പിന്നെ ചേട്ടൻ വന്നു എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഞാൻ ഒന്ന് അവിടേക്ക് നോക്കിയതാട്ടോ. അപ്പം നോക്കിയപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനാണ് വന്നേക്കുന്നത്. അപ്പോൾ വേഗം വാതിലടച്ചിട്ടിട്ട് എൻ്റെ ജോലികൾക്കായി ഞാൻ ഇങ്ങോട്ട് പോന്നു. അങ്ങനെ കുറച്ച് നേരമൊന്നും ഞാൻ പോയി കിടന്ന് ഷോർട്ട് വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്തപ്പോഴേക്കും ചേട്ടൻ വന്നു കേട്ടോ. പിന്നെ ഞാൻ അതിനിടയ്ക്ക് ഇതാ പപ്പായ ആദ്യത്തെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, രാവിലെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അത്ര വലിയ കളറില്ല, പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പം ഞാനത് വേഗം ഒരെണ്ണെടുത്ത് കഴിച്ചു. അതിനിടയ്ക്ക് ഫുഡൊക്കെ തിരിച്ച് എടുത്ത് കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ നെല്ലിക്കൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും പുറത്ത് പോയി നോക്കിയപ്പോൾ ഞാൻ ആ കഷ്ണങ്ങളും കൂടി അരിഞ്ഞ് വെച്ചിട്ട് പോയി എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ചേട്ടനെ നോക്കി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ വർത്താനൊക്കെ കേൾക്കുന്നുണ്ട്, ആരും കാണാനില്ല, ഭയങ്കര ഇരുട്ടു കേട്ടോ അപ്പുറത്തെ വീട്ടിൽ. അപ്പം ഞാൻ പിന്നെ വേഗം ഇങ്ങോട്ട് പോകുന്നു. വാതിൽ കുറ്റിയിടാറില്ലേ ചേട്ടൻ വന്നിട്ട് മുന്നേ, പക്ഷേ വേഗം കുറ്റിയിട്ടു. ലൈറ്റൊന്നും കാണാണ്ട് വർത്താനം കേട്ടപ്പോഴേ അവർ ലൈറ്റ് ഇടാണ്ട് സംസാരിച്ചിരുന്നതായിരിക്കാം, പക്ഷേ എനിക്കങ്ങനെ പെട്ടെന്ന് അങ്ങനെ തോന്നിയപ്പോൾ ഞാൻ പിന്നെ വാതിലൊക്കെ കുറ്റിയിട്ട് നേരെ പോന്ന് കിടന്ന് കുറച്ച് നേരം ഒന്ന് ഷോർട്ട് വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴേക്കും ചേട്ടൻ വന്നു. പച്ചക്കറി സാമ്പാറാണ് വയ്ക്കാമെന്ന് വിചാരിക്കുന്നത്, കുറേ ദിവസമായി സാമ്പാർ വെച്ചിട്ട്. അപ്പോൾ സാമ്പാർ കഷ്ണം വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഇന്ന് നാടൻ മുട്ട കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ചേട്ടൻ. നാടൻ മുട്ടയാണോ കഴിക്കണതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനിനി വേറൊരു വീഡിയോയിൽ പറയാട്ടെ. ഇതിൽ പറയാനായിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ടൈമില്ല, 10 മിനിറ്റല്ലേ ഈ വീഡിയോ ഉള്ളൂ ഇന്നത്തെ. അപ്പോൾ അത് കാരണം നമ്മുടെ വിശേഷങ്ങളൊക്കെ പറയാൻ തന്നെ നേരമുള്ളൂ. അപ്പോൾ രാവിലെ ആദ്യത്തിന് ചിലപ്പോൾ പൊതിച്ചോറ് കൊണ്ടുകൊണ്ടി വരും, സ്വാതന്ത്ര്യം പരിപാടിയോ അങ്ങനെ എന്തോ ഒരു പരിപാടി പൊതിച്ചോറ് വേണമെന്ന് ഞാൻ നോക്കിയപ്പോൾ ആദ്യത്തിൻ്റെ ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊണ്ടുപോകണമെന്ന് ചോദിച്ചപ്പോൾ ആദ്യം വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു സാമ്പാറിനും ഒരു ഉപ്പേരിക്കുള്ള കഷ്ണങ്ങൾ മാത്രമാണ് അരിഞ്ഞത്. പിന്നെ രണ്ടാമത് ഞാൻ ഗ്രൂപ്പ് പോയി നോക്കിയപ്പം വേണം തോന്നി. അപ്പം ഞാൻ വീണ്ടും അവിയലിനുള്ള കഷ്ണങ്ങളും കൂടി അരിഞ്ഞു വെച്ചു കേട്ടോ. അപ്പം ഞാൻ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ അരിഞ്ഞ് ഒരു പാത്രത്തിലാക്കി വയ്ക്കും, അതുപോലെ തന്നെ ഉപ്പേരിയുടെ കഷ്ണങ്ങളും ആക്കും. പിന്നെ സാമ്പാറിനാകുമ്പോൾ പരിപ്പും മത്തങ്ങയും കൂടി വേവിച്ച് കുക്കറിൽ അങ്ങനെ തന്നെ വെക്കും കേട്ടോ. അത് ഫ്രിഡ്ജിലേക്കൊന്നും വെക്കില്ല, വേവിച്ച് അത് അവിടെ ഇടും. ചോറ് തിളപ്പിച്ച് ഇൻഡക്ഷനിലേക്ക് ഇറക്കി വയ്ക്കും. പിന്നെ മീൻ വറുക്കാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നന്നാക്കി പുരട്ടി വെക്കും കേട്ടോ. അപ്പോൾ ഇന്നലത്തെ മീനുണ്ട് പുരട്ടി വെച്ചത്. പിന്നെ കുറച്ച് ഉള്ളിയൊക്കെ നന്നാക്കി വെക്കും, പറ്റിയ ചതച്ചും വെക്കും കേട്ടോ. അതേപോലെ കുത്തിപ്പൊടിക്കുന്ന മുളക് കുത്തിപ്പൊടിക്കാണ്ടെങ്കിൽ അതും തലേദിവസം ഒന്ന് പൊടിച്ച് വയ്ക്കും. അപ്പോൾ പിന്നെ നമുക്ക് രാവിലെ 6 മണിക്ക് എഴുന്നേറ്റാലും എല്ലാ ജോലികളും രാവിലെ കഴിയും. അടുപ്പത്തേക്ക് ഇടുകയല്ലേ വേണ്ടോ. പിന്നെ 4 ബർണറുള്ള ഗ്യാസൊക്കെ ഉണ്ടെങ്കിൽ പറയാനും വേണ്ട കേട്ടോ. നമുക്ക് നല്ല എളുപ്പമാണ്, വേഗം വേഗം കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അതിനിടയ്ക്ക് ഒന്ന് ഓടിപ്പോയിട്ട് മുറ്റടിക്കാനും ഒക്കെ നമുക്ക് സമയം കിട്ടും കേട്ടോ. 8 മണിക്ക് ഞാനിവിടെ നിന്ന് ഇറങ്ങും, അതിനുള്ളിൽ തന്നെ സമയം കഴിയും. പിന്നെ അതിനിടയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ജോലികളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സമയമൊക്കെ തെറ്റിപ്പോകും കേട്ടോ. അപ്പോൾ അതങ്ങനെ ഈ 2 കഷ്ണങ്ങൾ അരിഞ്ഞു വെച്ചു. കുക്കർ വേഗം അടുപ്പത്തേക്ക് വെച്ചു. ചേട്ടൻ അതിനിടയ്ക്ക് ചോറിനുള്ള വെള്ളം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേശ്ശെ സഹായങ്ങളൊക്കെ ചേട്ടൻ്റെ ഭാഗത്തു നിന്നുള്ള കാരണം കൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. നമ്മുടെ വീട്ടിൽ ഓരോരുത്തരെ കൊണ്ടും ചെയ്യാൻ പറ്റുന്ന പണികളൊക്കെ ഒന്ന് ചെയ്ത് വയ്ക്കുന്നതുകൊണ്ട് ഒരു വിരോധവും ഇല്ല കേട്ടോ. പിന്നെ പുളി വെള്ളത്തിലിട്ട് ഇങ്ങോട്ട് ഞാനൊരു ബൗളിലാക്കി അതും ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാതും ഒരുക്കി വെച്ച് കിടന്ന് നമ്മൾ കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കിയിടുക. അതായത് പരമാവധി സാധനങ്ങൾ കുറച്ചിടുക കേട്ടോ. അപ്പം തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ജോലികൾ ചെയ്യാൻ പറ്റും. നിറയെ ഇങ്ങനെ വിതറിയിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കതിന് പറ്റില്ല. സാധനങ്ങളൊക്കെ ഷെൽഫിലേക്ക് മാറ്റുക, അതാണ് പറയാനുള്ളത്. ഈ ഒരു ടൈമിൽ ആദ്യത്തിനും ചേട്ടൻ്റെ ഒന്നും ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ വന്ന വഴി കുറച്ച് ഫുഡ് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ചോറുണ്ണാനായിട്ടുള്ള ഒരു ഇത് തോന്നിയില്ല. പിന്നെ കുറേ സാധനങ്ങളൊക്കെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ രണ്ടാമത് ചോറുണ്ണാനൊന്നും വിശപ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല.
നമ്മുടെ മീൻ ചട്ടി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ഇത്തിരി ചോറിട്ട് ഞാൻ വന്ന വഴി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം പിന്നെ ചോറൊന്നും കഴിച്ചില്ല. പിന്നെ പഴം ആകെ എന്താ പറയുക നല്ലോണം പഴുത്തു, പിറ്റേ ദിവസം എടുത്തേക്കാൻ പറ്റില്ല. പിന്നെ ആദ്യത്തിൻ്റെ വക ഒരു ഷേക്ക് അടിച്ചു. അപ്പോൾ അങ്ങനെ ഓരോന്നോരോ നമ്മൾ തിരിച്ച് കഴിക്കുമ്പോൾ കുറേ ചോറുണ്ണാനായിട്ട് നമുക്ക് പറ്റില്ല. മീൻ വറുത്തൊക്കെ ബാക്കിയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെയാണ് ഗ്രൂപ്പിൽ പോയി നോക്കിയപ്പോൾ അപ്പോൾ ഓടി വന്ന് അവിയലിനും കൂടിയും അരിഞ്ഞു വെച്ചു കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ നാളെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. ദോശമാവിനും ആട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ 2-3 തരം കറികളും ഇതൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഞാൻ സാധാരണ 2 തരം കറി ഉണ്ടാക്കാറുള്ളൂ. പക്ഷേ നാളെ പൊതിച്ചോറ് ഉണ്ടാക്കുകയാണെങ്കിൽ 3 തരം കറി ഒക്കെ വയ്ക്കണം. സാമ്പാർ പറ്റുമോയെന്നറിയില്ല കൊടുത്തു വിടാനായിട്ട്. നമ്മൾ കവറിലാക്കിയിട്ടൊക്കെ വെക്കണ്ടേ സാമ്പാറാകുമ്പോൾ. അപ്പോൾ അതറിയില്ല. എന്നാലും 2 തരം കറിയും മുട്ട ഓംലേറ്റും അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ. അപ്പോൾ ഓക്കെ, ബൈ.